ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിനും അതുപോലെ നമ്മളെ ഹെയറിനും പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കത് എങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റാണ്. ഞാൻ ഒരു ഗ്ലാസ്സിലുള്ള ഡ്രിങ്ക് ആട്ടോ ഉണ്ടാക്കുന്നത്, ഒരു നേരം കുടിക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റ് കുറച്ച് നല്ല തടിയും മണ്ണൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് ഫുള്ള് ഞാൻ എടുക്കുന്നില്ല, ഇതിൻ്റെ ഒരു ഹാഫ് ഭാഗം ഒക്കെ എടുക്കുന്നുള്ളൂ. ആ കുറച്ച് കട്ടിയുള്ള ഭാഗം, കനം കുറഞ്ഞത് ഭാഗം എടുക്കുന്നില്ല. അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കളയണം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് എപ്പോഴും എടുക്കുമ്പോൾ എന്ത് റെസിപ്പിക്ക് എടുക്കുകയാണെങ്കിലും തൊലി നല്ല കളയണം. അത് ചിലരിങ്ങനെ ചിരണ്ടി കളയും, അല്ലാതെ ഇതുപോലെ പീലർ അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തൊലി കളയുക. അതുപോലെ തന്നെ രണ്ട് അറ്റങ്ങളും കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കയറ്റി കട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്ത് കുറച്ച് കൂടിപ്പോയി, ഇത്ര കട്ട് ചെയ്യേണ്ട, അതായത് ഇതുപോലെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇതിൻ്റെ ഇതുപോലെ രണ്ടറ്റങ്ങൾ നമ്മളെപ്പോഴും കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കയറ്റി കട്ട് ചെയ്യുക കേട്ടോ. നമുക്കത് കട്ട് ചെയ്തെടുക്കണം, അധികം കനം കൂടാതെ കുറച്ച് നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കാരണം നമുക്കത് നമ്മൾ വേവിക്കാതെയാണ് ഇത് ജ്യൂസ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കനം കുറഞ്ഞ് കട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വേണ്ടത് കുക്കുംബറാണ്. കുക്കുംബർ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. കുക്കുംബർ കഴിക്കുന്നത് നല്ലതാണ്. വെറുതെ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്നത് നല്ല ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. നമ്മളെ ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഒരുപാട് ജലാംശം അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് കുക്കുംബർ കഴിക്കേണ്ടത്. അതുപോലെ രക്തസമ്മർദ്ദം, ഷുഗറൊക്കെ കുറക്കാനും വെയിറ്റ് ലോസിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ ഈ കുക്കുംബർ. അപ്പോൾ നമ്മൾ വെറുതെ കഴിക്കുകയാണെങ്കിലും നല്ലതാണ് നമ്മളെ ഹെൽത്തിന്. അപ്പോൾ അതും അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് കുക്കുംബർ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യുക, കാരണം പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും നല്ല കുക്കുംബർ. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ജാർ എടുത്തിട്ട് ഈ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും അതുപോലെ തന്നെ ഒരു കുക്കുംബർ എടുത്തിരിക്കുന്നത്, ആ ഒരു കുക്കുംബർ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ്. ഒരു നെല്ലിക്ക അതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇത് അരച്ചെടുക്കാനുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ആദ്യമേ നമ്മൾ ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ആ ക്യാരറ്റൊന്നും കറക്റ്റായിട്ട് അരഞ്ഞ് കിട്ടില്ല. പിന്നെ എല്ലാവരും ചോദിക്കും ക്യാരറ്റ് വേവിച്ചിട്ട് വേണ്ടേ അരച്ചെടുക്കാനെന്ന്. വേവിച്ചിട്ടല്ല, നമ്മൾ ഡോക്ടേഴ്സും പറയും ഫ്രഷായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്, കട്ട് ചെയ്ത് കഴിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഫ്രഷായിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു പച്ച ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മാത്രം വേവിച്ചിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും നല്ലത് നമുക്ക് വിറ്റാമിൻ കൂടുതൽ കിട്ടണത് ഇതുപോലെ പച്ചയ്ക്ക് അടിച്ച് കുടിക്കുമ്പോഴാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ജ്യൂസ് അരിക്കുന്നില്ല, അരിക്കാതെ വേണം, അതിൻ്റെ ഫൈബറൊക്കെ നഷ്ടപ്പെടും നമ്മൾ അരിച്ചെടുത്താൽ. അപ്പോൾ അരിക്കാതെ വേണം, നല്ല ഗുണം കിട്ടണമെങ്കിൽ അരിക്കാതെ ഇതുപോലെ കുടിക്കുക കേട്ടോ. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കല്ലേ കുടിക്കുന്നത്, അപ്പോൾ അതിൽ മധുരമോ പാലോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഫ്രഷ് ജ്യൂസായിട്ടാണ് നമ്മൾ അടിച്ച് കുടിക്കുന്നത് കേട്ടോ. അത് നമ്മൾ കുടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ലഞ്ചിൻ്റെയും ഇടയ്ക്ക് ടൈമിൽ വേണം കുടിക്കാൻ കേട്ടോ. നമ്മളെ സ്കിന്നിനും ഹെൽത്തിനും ഹെയറിനൊക്കെ ഒരുപാട് ഗുണം കിട്ടുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നമ്മളിതിൽ പാലോ അതുപോലെ മധുരങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഫ്രഷ് ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും സ്കിന്നും ഹെയറും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ. ഡെയിലി കുടിക്കാൻ പറ്റുന്ന ടൈമില്ല തിരക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ട് 2 ദിവസമൊക്കെ ആയിട്ട് കുടിക്കാൻ നോക്കുക കേട്ടോ. കണ്ടിന്യൂസ് കുടിക്കാൻ നോക്കുക. ഒരു മാസം കുടിച്ച് നിർത്താതെ കണ്ടിന്യൂസ് കുടിച്ച് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ബൈ, താങ്ക് യു.